ഹായ് എവരി വൺ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സോ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസാണ് നോക്കുന്നത്. ഫസ്റ്റ് എക്സസൈസിൽ നമ്മൾ HCF LCM ഒക്കെ എന്താണെന്ന് നോക്കിയില്ലേ, അതിൻ്റെ വേർഡ് പ്രോബ്ലംസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതൊക്കെ നമ്മൾ ഫസ്റ്റ് എക്സസൈസിൽ നോക്കി. ഇനി സെക്കൻഡ് എക്സസൈസിലെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടൈപ്പ്. പ്രൂവ് ദാറ്റ് √5, √3, √7, √11 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നമ്പറിന് പകരം ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ റൂട്ട് ഓഫ് പ്രൈം നമ്പർ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺട്രഡിക്ഷൻ മെത്തഡാണ് കേട്ടോ. കോൺട്രഡിക്ഷൻ മെത്തഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആദ്യം നമ്മൾ ഇപ്പോൾ √5 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം അതിനെ റാഷണൽ ആയിട്ട് എടുക്കും. എന്നിട്ട് റാഷണൽ ആയിട്ട് എടുത്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും അത് ഇറാഷണൽ തന്നെയാണ്. സോ നമ്മുടെ അസംഷൻ ആണ് തെറ്റിയത്. ഓക്കെ, സോ അതുകൊണ്ട് √5 ഈസ് ഇറാഷണൽ എന്ന് പറയുന്ന ഒരു മെത്തഡിനെയാണ് കോൺട്രഡിക്ഷൻ മെത്തഡ്. മാത്സിൽ നോർമലി തിയറംസ് ഒക്കെ പ്രൂവ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിനെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ √5 എന്നുള്ള സ്ഥലത്ത് വേറെ ഏതൊരു റൂട്ട് നമ്പർ തന്നിട്ടുണ്ടെങ്കിലും ഇതേ സെയിം മെത്തഡിലാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ആ നമ്പേഴ്സ് മാത്രം അവിടെ മാറുള്ളൂ. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യാം? ഫസ്റ്റ് ലെറ്റ് us assume the contrary that √5 is rational എന്നുള്ളത് കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞു സച്ച് ദാറ്റ്. അപ്പോൾ റാഷണൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? √5 = a/b എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ p/q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ എടുക്കുന്ന a/bക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ a ആൻഡ് b ആർ കോപ്രൈംസ്. കോപ്രൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോപ്രൈം എന്ന് പറഞ്ഞാൽ 1 അല്ലാതെ വേറെ ഫാക്ടർ ഇല്ല. സോ എയും ബിയും എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ഫാക്ടർ 1 മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ നമ്പറില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ 2/3 ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 2ഉം 3ഉം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടിലും 1 അല്ലാതെ വേറെ ഫാക്ടർ ഇല്ല. അതുപോലത്തെ ഒരു നമ്പറാണ് a/b. ആൻഡ് b ≠ 0. നമ്മൾ എന്തിനാണ് b 0 ആയിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റി ആകും അല്ലേ ആൻസർ. സോ അതിന് വേണ്ടിയിട്ട് അതാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ റാഷണൽ നമ്മൾ ഇടുന്ന സമയത്തിന് b ≠ 0. ഈ ഒരു സ്റ്റെപ്പൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്സ് പ്രതീക്ഷിക്കുന്നവർ ഓരോ സ്റ്റെപ്സും നോട്ട് ചെയ്ത് എഴുതി തന്നെ വേണം കേട്ടോ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും നല്ല മാർക്ക് എടുക്കാനുള്ളതാണ്. സോ ഒരു സ്റ്റെപ്പും വിടണ്ട. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ ബിയിനെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടോ √5b = a എന്നുള്ളത് എടുത്തു. അതിനുശേഷം തിയറം പ്രൂവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റെപ്സൊക്കെ നോർമൽ മാത്സിൽ തിയറംസ് പ്രൂവ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു സ്റ്റെപ്സൊക്കെ ഇടാറുണ്ട്. അതുപോലെയുള്ള ചില സ്റ്റെപ്സൊക്കെ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. അതിലുള്ള പെട്ടതാണ് ഒന്ന് സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. സോ നെക്സ്റ്റ് ഫെർദർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുകയാണ്. അങ്ങനെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് √5b = a² എന്ന് കിട്ടി. ഇപ്പോഴാണ് നമ്മളിതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ തിയറം ഉണ്ട്. എന്ത്? ആക്ച്വലി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ √5 എന്നുള്ളത് എന്താണ്, a എന്നുള്ളത് ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്ക്വയർ ചെയ്ത് എഴുതുന്ന സമയത്ത് ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നമ്പർ a² ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്പർ എനെയും ഡിവൈഡ് ചെയ്യും എന്നുള്ള ഒരു തിയറുണ്ട്. അതാണ് നമ്മളിതിന് തൊട്ട് മുമ്പ് തിയറം 1.2 സംതിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും. ആ ഒരു തിയറമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. 5 ഡിവൈഡ്സ് a². 5 എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ a² ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 5 ഡിവൈഡ്സ് a². 5 എന്ന് പറയുന്നത് ഇത് നമ്മൾ സ്ക്വയർ ചെയ്ത് എഴുതുമ്പോൾ ഇവിടെ കണ്ടോ 5b² = a² എന്നാകും. അപ്പോൾ നമുക്ക് 5 ഡിവൈഡ്സ് എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. 5 ഡിവൈഡ്സ് a². therefore 5 ഡിവൈഡ്സ് a ഓൾസോ എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ബിക്കോസ് a എന്നുള്ളത് എന്താണ്? പ്രൈം നമ്പറാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്? ഈ ഒരു തിയറം യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതൊക്കെ പോട്ടെ. നെക്സ്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഈ എനെ എനിക്ക് താൽക്കാലികമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? വേറെ സം അതർ ഇൻറ്റീജർ ആയിട്ട് എടുക്കുകയാണ്. ദാറ്റ് മീൻസ് a = 5c എന്നുള്ള ഒരു ഇൻറ്റീജർ ആയിട്ട് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഫോർ സം ഇൻറ്റീജർ c, ഏതെങ്കിലും ഒരു ഇൻറ്റീജറിന് സിയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനെ ഈ ഒരു രൂപത്തിലെടുക്കുകയാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്? പുട്ടിങ് ദി വാല്യൂ ഓഫ് a ഇൻ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്. അതിൽ ഈ എയുടെ വാല്യൂ ഇപ്പോൾ ഇവിടെയുള്ള 5c കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. പുട്ട് ദി വാല്യൂ ഓഫ് a ഇൻ ഈക്വേഷൻ നമ്പർ 2ൽ ഞാൻ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. സോ ഇപ്പോൾ എനിക്ക് എന്താകും? ഈക്വേഷൻ നമ്പർ 2ൽ ഞാൻ ഈ വാല്യൂ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആൻസർ ഇവിടെ കണ്ട 5. ഓക്കെ, ഈക്വേഷൻ നമ്പർ 2, ദിസ് ഈസ് ഈക്വേഷൻ നമ്പർ 2. ഓക്കെ, സോ എന്താണ്? 5b² എന്നുള്ള സ്ഥലത്ത് അവിടെ അതുപോലെ തന്നെ ഉണ്ടാകും 5b² = a² എന്നുള്ള സ്ഥലത്ത് എന്താകും? എയുടെ വാല്യൂ നമ്മളിവിടെ കൊടുത്ത എന്താണ്? 5c. സോ 5c ദി ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, സോ ഇപ്പം നിങ്ങളിതിനെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും? 5
B² ഇസ് ഈക്വൽ ടു 25C². ഇപ്പോൾ ഈ 5നെ ഇവിടെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്ന് ക്യാൻസൽ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ B² ഇസ് ഈക്വൽ ടു ഇവിടെ എന്തായിട്ടുണ്ടാകും 5 ആകും. കാരണം ഡിവൈഡഡ് ബൈ 5 വരുമ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. സോ 5C² എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ, ഇപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇവിടെ ഇതേപോലെ A² വന്നപ്പോൾ നമ്മൾ എഴുതിയ ഒരു കാര്യമുണ്ട്. അതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മളിവിടെ എഴുതി കൊടുക്കാൻ പോകുന്നത് കേട്ടോ. എന്താണ് 5 ഡിവൈഡ്സ് B². കണ്ടോ 5B². നേരത്തെ ഇവിടെ A ഉണ്ടായിരുന്നു, ഈ 5നെ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ B ഉണ്ട്, ഈ 5നെ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 5 ഡിവൈഡ്സ് B², ദെൻ 5 ഡിവൈഡ്സ് B ഓൾസോ. സോ ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഈ 5 എന്നുള്ളത് Aക്കും Bക്കും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടറാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞതിന് അസംഷൻ, നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന അസംഷൻ ഓൾറെഡി നമ്മൾ എടുത്തത് A ആൻഡ് B ആർ കോ പ്രൈംസ് എന്നാണ്. കണ്ടോ അവിടെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് A ആൻഡ് B ആർ കോ പ്രൈംസ് ആണ്. ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതും നമ്മൾ, A ആൻഡ് B ഹാവ് 5 ആസ് എ കോമൺ ഫാക്ടർ. ഓക്കെ അല്ലേ? സോ A ആൻഡ് Bക്ക് 5 കോമൺ ഫാക്ടർ ആയിട്ടുണ്ട്. ഇതെന്ത് ചെയ്യാണ്, ദിസ് കോൺട്രഡിക്ട്സ് ദി ഫാക്ട് ദാറ്റ് A ആൻഡ് B ആർ കോ പ്രൈംസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫാക്റ്റിനെ ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്, ദിസ് കോൺട്രഡിക്ട്സ് ദി ഫാക്ട് ദാറ്റ് A ആൻഡ് B ആർ കോ പ്രൈംസ്, ദെർഫോർ √5 ഇസ് ഇറാഷണൽ. അതാണ് നമ്മളോട് ഇവിടെ ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്ത് കാണിച്ചു. ഓക്കെ, പ്രൂവ് ദാറ്റ് √5 ഇസ് ഇറാഷണൽ എന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, ദെർഫോർ √5 ഇസ് ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു. ഇത്രയേ ഉള്ളൂ. ഇത് ഈ ഒരു മെത്തേഡിൽ നമ്പർ മാറ്റി ഇടുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മേ ബി √3 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 25 വരുന്ന സമയത്ത് 9 ആയിട്ട് വന്നിട്ടുണ്ടാവുക, ഇവിടെ 3 ആയിരിക്കും വന്നിട്ടുണ്ടാവുക. സോ വീണ്ടും ക്യാൻസലായി ഇതേപോലെ ഒക്കെ മാറും. ഓക്കെ, നമ്പേഴ്സ് മാത്രം ഡിഫറൻസ് വരുള്ളൂ. സോ സിമ്പിളായിട്ട് നല്ലപോലെ മാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതേപോലെ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മാർക്ക് നമ്മളെവിടെയും മിസ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ.